കാരണം കൊതുക് നിർത്തൂല. ഇന്ന് വാടാമല്ലി ഇടണോ എന്നാ ഇടണതാണ് കൂടുതൽ ഇഷ്ടം. മീഡിയം കടുപ്പാണ് കേട്ടോ എനിക്കിഷ്ടം. നമ്മുടെ സൺഡേ സ്പെഷ്യൽ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ സാലഡാണ് കേട്ടോ. ഇത് നമ്മുടെ ചിക്കൻ ബോണൊക്കെ ഇട്ടിട്ട് ചാറാക്കാനുള്ള കറി. അപ്പൊ ഞങ്ങളുടെ പ്ലേറ്റ് ഇങ്ങനെയാണ് കേട്ടോ. എല്ലാം ഇത്തിരി ഇത്തിരി എടുത്തിട്ടുണ്ട്. ആണോ? അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്ന് എണീറ്റത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ. ഇന്നലെ വീട്ടിലൊക്കെ പോയി വന്നിട്ട് എന്താ പറയാ കിടന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ഭയങ്കര ലേറ്റ് ആയിപ്പോയി. അപ്പൊ ഇന്ന് അത്തോണ് പൂടാൻ വേണ്ടി പോവാണ് കേട്ടോ. ലച്ചു ആണ് പൂടണ ആള്. പണ്ടൊക്കെ ഞാനായിരുന്നു. അപ്പൊ നമുക്ക് തുമ്പ് അന്വേഷിക്കാം. കാരണം നമ്മുടെ മുറ്റത്ത് തന്നെ അത്യാവശ്യം തുമ്പുണ്ട്. കാണിക്കട്ടെ കേട്ടാ. ഇതേ ഇത്രയും തുമ്പയുണ്ട നമുക്ക് കിട്ടിയേക്കണത്. ഇനിയുണ്ട്, പക്ഷെ ഭയങ്കര കൊതുകാണ്. നമുക്ക് പറ്റൂല പറിച്ചെടുക്കാനായിട്ട്. അപ്പൊ ദേ ഇതാണ് കേട്ടാ. റോസൊക്കെ നിക്കണുണ്ട്. റോസ് ഇനിയും മൊട്ടുകളൊക്കെ നിക്കണുണ്ട് കണ്ട. പിന്നെ വാടാമല്ലി ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് മുക്കൂറ്റി ആണെങ്കിലും കുറെ ഉണ്ട് കേട്ടാ. മുക്കൂറ്റിയുടെ പൂവൊക്കെ ഇങ്ങനെ പറിക്കാം. ലച്ചുവിന് വീട്ടിലെ പൂടണതാണ് കൂടുതൽ ഇഷ്ടം. ഇന്ന് വാടാമല്ലി ഇടണോ എന്നാ? ഇന്ന് വെള്ളപ്പൂ മാത്രല്ല, ഇന്നേ ആ വെള്ളയും തുമ്പയും ഒക്കെ കൂടി ചേർത്തിട്ടാ മതി. ഈ വെള്ളപ്പൂ ഇതൊക്കെ ഇല്ലേ, മേടിക്കണ്ട. ഇന്ന് മഴക്കാറുണ്ട് കേട്ടാ. കണ്ട, ഓണം പോയിക്കഴിഞ്ഞാൽ ബട്ടർഫ്ലൈസ് ഇങ്ങനെ വരും കേട്ടാ. കണ്ട, ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മള് തുമ്പപ്പൂവൊക്കെ അറിയാലോ, കുറച്ചേ ഉള്ളു. അപ്പൊ നമ്മള് ബ്രൈഡൽ ബൊക്കെ ഇങ്ങനത്തെ ഒരു ഫ്ലവർ ഉണ്ട്, അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടാ. കൊതുക് നിർത്തില്ല. ഇപ്പഴേ നമ്മള് പണിക്കാര് വരെ ഉണ്ടല്ലോ, ഈ കൊതുക് തിരി എടുക്കാതെ ഉണ്ടല്ലോ പണിക്ക് പോണില്ല. കാരണം കൊതുക് നിർത്തൂല. ഇവിടെ പറഞ്ഞ പണിക്കാരുടെ ബാഗിലൊക്കെ കൊതുക് തിരി ഉണ്ടാവും. വേറെ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടോ മോൻ? ചെയ്തോടാ. വേണ്ടേ? ആണോ? അത് കട്ട് ചെയ്ത് കത്തിരിക്കയില്ലേ? മഴ നല്ലോണം പെയ്യണുണ്ടല്ലോ. മതിലി നാടുവാനിടും കാലം മനുഷ്യരെല്ലാരും ഒന്നു പോലെ. കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവക. ഇതെന്തേലും ചെയ്യടി നടുക്കങ്ങ. പണ്ട് ഈ ചാണാനൊക്കെ മെഴുകൂലി ഞങ്ങളുടെ നാട്ടിലൊക്കെ. അപ്പൊ അവര് ഇങ്ങനെയൊക്കെ കുത്തിയൊക്കെ വെക്കാൻ പറ്റും. അങ്ങനെ ലച്ചുവിനെ ഞാൻ അവിടെ ഇരുത്തിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു കേട്ടാ. ഇനി അവള് പൂവൊക്കെ ഇട്ടോളൂ. നേരത്തേക്ക് എന്തോരം പൂക്കളായിരുന്നു നമുക്ക് ഇടാനായിട്ട്. കടയിൽ നിന്ന് വാങ്ങണ കാര്യമേ ഉണ്ടായില്ല കേട്ടോ. വീട്ടിൽ നിന്ന് തന്നെ പറിച്ച് നമ്മളിടും. ഇപ്പൊ പൂവൊന്നും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഒട്ടും ഉണ്ടായില്ല കേട്ടോ ഇവിടെ. പക്ഷെ ഇപ്രാവശ്യം കുറച്ച് എന്തൊക്കെയൊക്കെയോ പൂക്കളൊക്കെ ഉണ്ട്. ലച്ചുവിനാണെങ്കിൽ വാങ്ങണ പൂക്കള് ഇടാൻ അത്ര താല്പര്യമില്ല. തിരുവോണത്തിന് നമ്മള് വലിയ പൂക്കളം ഇടും. അത് നമ്മൾ മേടിക്കണ പൂവായിരിക്കുള്ളൂ കേട്ടോ ഇടണത്. വലിയത് അത്യാവശ്യം വലിയ രീതിയിൽ ഇടും. പണ്ട്
ഞങ്ങളുടെ വീട്ടില് പൂവൊക്കെ ഇടുമ്പോ ഞാന് അനിയത്തി ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ടാഞ്ഞു ഞങ്ങൾ ഇങ്ങനെ നടക്കും ഓരോ വീട്ടിലൊക്കെ പോയി ഇങ്ങനെ മതിലിന്റെ അവിടെയൊക്കെ നിന്ന് പൊട്ടിച്ച് പിന്നെ അനി ചിലപ്പോ ഞങ്ങളങ്ങനെ സിമിത്തേരിയിലൊക്കെ കൊണ്ടുപോകായിരുന്നു പൂവെടുക്കാനായിട്ട്. അങ്ങനെ എന്നിട്ട് ആ കാലം ഓർമ്മ വരികയാണ്. പിന്നെ ഞങ്ങളിങ്ങനെ പൂ പൊട്ടിക്കാനായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ എന്താണ് ഞങ്ങള് ചക്കായി പോയി. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ എത്തുമ്പോ ഈ കൊതുകിനെ മരുന്നടിക്കണ വണ്ടി വരുമെന്ന് ഭയങ്കര പുകയായിരിക്കും. ഞങ്ങൾ അങ്ങോട്ട് നടുക്കായി പോയി. ഞങ്ങള് പിന്നെ 3 ആളും കൂടി ഇങ്ങനെ മൂക്കൊക്കെ പൊത്തി അങ്ങനെ അവിടെ നിന്നു. അതൊക്കെ ഓർമ്മ വരും എനിക്ക് എപ്പോഴും. ഓണത്തിന്റെ സമയത്ത് നല്ല രസമായിരിക്കും. പൂ പൊട്ടിക്കാൻ ഒരു കവറൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. അപ്പൊ നമ്മുടെ ദേവംകുളങ്ങരയൊക്കെ പൂക്കാരിങ്ങനെ വന്നിട്ടുണ്ടാവും കേട്ടാ. ഭയങ്കര റേറ്റും ആയിരിക്കൂല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് ഒരു സീസൺ കിട്ടണതാണ് അവരെ കച്ചവടം പൊടി പിടിക്കാനായിട്ട്. ലച്ചുവിന് ഞാനേ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ച്. പൂവൊക്കെ ഇട്ട് കഴിയുമ്പോൾ ക്ഷീണിക്കൂല. നമുക്ക് പരിപ്പാണ് കേട്ടാ ചപ്പാത്തിക്ക് കറി. അയ്യോ അമ്മ ഒരു കാര്യം ചെയ്യണല്ല. എന്താണ് അർജന്റ? ഇതാണ് കേട്ടാ ലച്ചുവിന്റെ പൂക്കളം. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടാ. ചെറുതാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. സത്യം സത്യം. ഇത് നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ചൊന്നും ഭയങ്കരമായിട്ട് മുക്കി പൊരിച്ചെടുക്കണൊന്നും ഇല്ല കേട്ടാ. നിങ്ങൾ പോരുവാണ്. അപ്പോഴാണ് കൂടുതൽ എണ്ണ നമുക്ക് ഭയങ്കര ഫ്രൈ ആയിട്ടല്ല, നമ്മൾ അങ്ങനെയാണ് വറുത്തെടുക്കണത്. നമ്മൾ എത്ര തിന്നായിട്ട് ഓവറായിട്ട് തിന്നായി കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇളക്കുമ്പോൾ ഒടിഞ്ഞു പോകും. ഒരുവിധം തിന്നായിട്ട് അരിഞ്ഞാലാണ് നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ചായ വെക്കാൻ പോവാ. ഒപ്പം തന്നെ പഞ്ചസാര ഇടും കേട്ടോ. ഏകദേശം നമുക്കിത് എടുക്കാം. ഓഫ്. പെപ്പർ പൗഡർ വേണമെങ്കിൽ ഒരു തുള്ളി ഇട്ട് കൊടുക്കാം. മീഡിയം കടുപ്പമാണ് കേട്ടോ എനിക്കിഷ്ടം. ലച്ചുവിന് രാവിലെ പാലും വേണ്ട, ചായയും വേണ്ട, ഒന്നും വേണ്ട കേട്ടോ. അവളൊന്നും കഴിക്കില്ല. നമുക്ക് എല്ലാരെയും ഇനി വിളിക്കാം. വരൂലെന്നേ വിളിച്ചാലും. 10 പ്രാവശ്യം വിളിച്ചാലേ വരുള്ളൂ. ഉപ്പ് ഇട്ടിട്ടുണ്ട്, അത് ഞാൻ കുറച്ചൊരു സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. ലച്ചു സേതുട്ടാ, ഞാൻ ഭൂതോ നമ്മ വെച്ച് തരാൻ പാടില്ല സേതുവിന്. ഓ പായസം കിട്ടുന്നു ഫ്രൈഡേ. അവിടെ വന്നാ കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായില്ല. അതെന്താ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാവാഞ്ഞത്? ആരോ മരി. നമുക്ക് മന്തി ഉണ്ടാക്കാന്ന് ചെയ്തിട്ട് അങ്ങനെ പറയണായിരുന്നു കേട്ടാ. മന്തി ഞാൻ ഇതുവരെ മന്തി ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഞാൻ യൂട്യൂബൊക്കെ ഒന്ന് നോക്കും പറ്റോ ഇല്ലയോന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നെയ്ച്ചോറും ചിക്കൻ 65 അങ്ങനെ ചെയ്യൂട്ടാ. കൺഫ്യൂഷനിലിരിക്കുന്ന സമയം ഉണ്ടല്ലോ ആലോചിക്കാൻ. മന്തി എന്തൊക്കെ സാധനങ്ങൾ വേണം പോലും എനിക്കറിയില്ല. മന്തി കഴിക്കാറുണ്ടെന്നല്ലാതെ. ഞാൻ മന്തി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായി, പക്ഷെ മന്തി
നോക്കി നോക്കി നല്ല എളുപ്പമാണ് ആക്ച്വലി അത് ഉണ്ടാക്കാനായിട്ട്. പക്ഷെ എല്ലാം ഓരോ നമ്മള് ഈ ഒരെണ്ണം നോക്കും, പിന്നെ അടുത്ത് നോക്കും, അങ്ങനെ നോക്കി 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 11 മണിയായി. പിന്നെ ഒന്നേന്ന് സാധനങ്ങൾ മേടിക്കണം, ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ഇന്ന് സമയം എന്തായാലും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ച് നമുക്കറിയാവുന്ന ഗീ റൈസും ചിക്കൻ 65 ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിച്ചത്. മന്തി വേറൊരു ദിവസം ഉണ്ടാക്കും. ലച്ചു ഭയങ്കര സങ്കടമായി. ലച്ചുവിന് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് കുറച്ചു നേരം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. ഇനി നമുക്ക് ചിക്കൻ ബോണൊന്ന് വാഷ് ചെയ്തൊക്കെ എടുക്കാം. ചിക്കൻ ബോൺ നമുക്ക് വേണമെങ്കിലേ നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാം, പിന്നെ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലെ ഗ്രേവി ആക്കി എടുക്കാം. ഇതുണ്ടെങ്കിൽ ഫുള്ള് നെയ്യും ബോണും ഒക്കെ ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അതും ഒന്ന് കഴുകിയെടുക്കണേ. ഇതാണ് നമ്മൾ ഗ്രേവി ആക്കാനായിട്ട് പോകണം. സൂപ്പൊക്കെ ഉണ്ടാക്കാൻ നല്ലതാ. ഓക്കെ, ചിക്കൻ 65-നുള്ള കട്ട് ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. ഇത്രയും കൂടി ചെറുതാക്കണമായിരുന്നു. നാളെ ചെയ്തിടം കൊണ്ടുവന്ന് നല്ലതായിരുന്നു കേട്ടോ. ഭയങ്കര അത്യാവശ്യം ചെറുതാക്കിയിട്ടൊക്കെ കൊണ്ടുവന്ന്. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എപ്പോഴും ഈ കൈമ റൈസ് അല്ലേ നല്ലത്. അതിനൊരു എന്താ പറയാ, റൈസിനൊരു ഫ്ലേവർ തന്നെ ഉണ്ട് കേട്ടോ. എനിക്ക് ബിരിയാണി അത് ഈ ഒരു റൈസ് വെച്ച് ഉണ്ടാക്കാനാണ് കൂടുതൽ ഇഷ്ടം. ചെയ്തിട്ടം കൊണ്ടുവന്നപ്പോ എന്റെ കയ്യിൽ നിന്ന് താഴെ പോയി. എന്റെ ദൈവമേ, ഞാൻ പേടിച്ചത്. കുറെ സാധനങ്ങൾ കയ്യിൽ തന്നത് ഒരു കുഞ്ഞിതായിട്ട് ഇവിടെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. എന്റെ ഭാഗ്യം കൊണ്ട് അരിയൊന്നും പോയില്ല. ഓക്കെ എന്ന് തോന്നണം. ഇത്തിരി ഉപ്പ് കേറി നിക്കണം കേട്ടാ. നമുക്ക് ചിക്കൻ 65 നമുക്കിനി കഴുകി റെഡിയാക്കാം. Under street lamp, bed face flame by the light. I'm going away, I'm gone away, I'm gone away, and the sun gonna shine on a brand new day. നമ്മൾ രാവിലെ ഫ്രഞ്ച് ഫ്രൈസ് വറുത്ത ചട്ടിയാണ് കേട്ടാ. രണ്ട് പ്രാവശ്യമായിട്ട് വറക്കാൻ പറ്റുള്ളൂ. ഇത് ഒരു റെഡിഷ് കളർ ആയിരിക്കൂല. എന്താന്ന് വെച്ചാൽ നമ്മുടെ കാശ്മീരി മുളക് പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് മറ്റേ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടത്. സിമ്മിലിടണില്ല. നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറ് എപ്പോഴും നമ്മൾ ചൂടോടുകൂടി കഴിക്കാനല്ല, എല്ലാവർക്കും ഒന്ന് ആറിയതിനു ശേഷം കഴിക്കാനായിരിക്കും ഇഷ്ടം. അപ്പൊ ഞാൻ എന്റെ കുക്കർ തുറക്കാൻ പോണേണ്. ഈശ്വരൻ എന്തായിട്ടുണ്ടാവും. ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയില് ഞാൻ ചെയ്യാറില്ല കേട്ടാ. 2 ബാച്ചായിട്ടാണ് ഉണ്ടാക്കാറ്. ഇപ്രാവശ്യം ഒന്നിച്ച് അങ്ങനെ ഉണ്ടാക്കി. ആ തരാം. ഞാൻ അമ്മമ്മക്കും കുഞ്ഞമ്മക്കും ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്, മസാല പുരട്ടിയത്. അവിടെ പോകുമ്പോ അവർക്ക് കൊടുക്കാലോ. ഓണക്കോടി എടുക്കണ കാര്യമുണ്ട് ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കണത്. ലക്ഷ്മിന്റെ അപ്പാപ്പനും പിന്നെ അമ്മമ്മയൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട്. റെഡിയായി, ചിക്കൻ റെഡിയായി. നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഞാൻ ഇതില് സവാളയും എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റി, പൊടികളൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം
നമ്മുടെ ചിക്കൻ ബോൺ ആഡ് ചെയ്യാൻ പോണേ. ഇതിലേക്ക് വെള്ളം എന്ന് പറഞ്ഞ സാധനം ആഡ് ചെയ്ത് കൊടുക്കണില്ല കേട്ടാ. ഇതിന് തന്നെ ഇറങ്ങി വരും. എന്താന്ന് വെച്ചാ സ്കിന്നൊക്കെ ഉള്ളതുകൊണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഇടും. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഇതിലായിട്ടുണ്ട് കേട്ടോ നമ്മള് സ്റ്റേജില്. എല്ലാം കഴിഞ്ഞു. ലച്ചുവിനൊരു സാലഡ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അതും കൂടെ ഒന്ന് ചിലപ്പോൾ സെറ്റാക്കും. നമ്മുടെ സൺഡേ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ, ചിക്കൻ 65. ഇത് സേതുകൊണ്ട് ഉണ്ടാക്കിയ സാലഡാണ് കേട്ടോ. ഇത് നമ്മുടെ ചിക്കൻ ബോണൊക്കെ ഇട്ടിട്ട് ചാറാക്കാനുള്ള കറി. പിന്നെ അതേ ലച്ചുവിന് ഇങ്ങനത്തെ സാലഡാണ് ഇഷ്ടം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സൺഡേ സ്പെഷ്യൽ. പിന്നെ അതേ നെയ്ച്ചോറ്. അപ്പം ഞങ്ങളുടെ പ്ലേറ്റ് ഇങ്ങനെയാണ് കേട്ടോ. എല്ലാം ഇത്തിരി എടുത്തിട്ടുണ്ട്. വിശന്നിട്ട് ചെയ്തിട്ട് അല്ലാതെ ആയി മാറിക്കൊണ്ടിരിക്കണേ. വെച്ചുകിട്ട പിന്നെ ഞാൻ കഴിക്കട്ടെ. എങ്ങനെയുണ്ട് ഗ്രേവിയൊക്കെ? നല്ലതാണോ? പറയാൻ തന്നെയായിരുന്നു. അടിപൊളി. ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി തന്നെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടം എനിക്ക് കഴിക്കാൻ. കറക്റ്റ് വേവാണ് കേട്ടോ റൈസ്. സാലഡ് അടിപൊളി. ചിക്കൻ നല്ല സോഫ്റ്റാ അല്ലേ? ചിക്കൻ നല്ല മുറ്റാണല്ലോ. റൈസ് എങ്ങനെയുണ്ട് ചേട്ടാ? കറക്റ്റ് വേവല്ലേ? ഞാന് കുക്കർ വന്നപ്പോ ആദ്യം വെച്ച് കുഴഞ്ഞു. ശരിക്കും സാലഡ് വേണോ അല്ലേ ഈ ഗീ റൈസിന്? അപ്പൊ ഞങ്ങളിത് കഴിച്ച് കഴിഞ്ഞ് തീർക്കട്ടെ കേട്ടാ. എന്നിട്ട് കുറച്ചേരുന്ന TV ഒക്കെ കാണണം കൊറേ നേരം. ബിഗ് ബോസാ എന്നാ തുടങ്ങണത്? ഉണ്ടോ? എത്ര നേരം ഉണ്ട്? കണ്ടല്ലോടാ. അത് കാണാം. എന്നാ കട്ട് ചെയ്തോ. ഈ വീഡിയോ എടുക്കണ ഷെയ്ക്ക് കുടിച്ചേ. ഞങ്ങളിത് ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ല കേട്ടാ. ഉച്ചക്ക് നല്ല ഹെവി ഫുഡല്ലേ കഴിച്ചത്. അതുകൊണ്ട് വെറുതെ ചായ ലച്ചുവിന് ഷെയ്ക്ക് അടിച്ചു കൊടുത്ത് ഏത്തപ്പഴം വെച്ചിട്ട് ഷെയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു. നല്ല വയറൊന്ന് അറിഞ്ഞിരിക്കും. ചെയ്തൊന്ന് വേണം അച്ചപ്പം സ്നാക്സ്. എനിക്കിതൊന്നും ഇഷ്ടമല്ല അച്ചപ്പം. ഞാൻ ഇന്ന് ഒരു ചെറിയ ഗ്ലാസ് ബൂസ്റ്റ് അതെടുത്തേക്കണത്. ചായ കുടിക്കാൻ തോന്നണില്ല. വല്ലപ്പോഴും ഞാനിങ്ങനെ കുടിക്കൂട്ടാ. ചൂട് ഇത്തിരി ആറിപ്പോയി. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ പറയാനുള്ളത് ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അതിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ലച്ചുവിന് ഓണക്കോടി എടുക്കാൻ വേണ്ടി പോകണമെന്ന് പറയുന്നുണ്ടായി. പക്ഷെ സേതുവിനൊന്നും സമയമില്ല. അപ്പൊ ഞങ്ങൾ ഏതെങ്കിലും ഒരു ഇടദിവസങ്ങളിൽ പോവാന്ന് വിചാരിച്ചു ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട്. അപ്പം വേറെ ഇനി ഒന്നുമില്ല. ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങണം, ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണം, പിന്നെ കുറച്ചു നേരം TV കാണണം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ട് നിസാരം ബൈരാഗി വരാം. ബൈ.